അപ്പോൾ ഡയറക്റ്റ് കാര്യത്തിലേക്ക് വരാം. ഈ ചാനലിൻ്റെ പേരാണ് UPSC മലയാളം. അപ്പോൾ ഇതിൽ മെയിനായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കുട്ടികൾക്ക് ഒരു മെൻറ്റർഷിപ്പ് പോലെ ആണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മറ്റ് ഭാഷയിൽ പോലെ നമ്മുടെ മലയാളത്തിൽ ഒരു കണ്ടൻറ്റുള്ള ചാനൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബാക്കി ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ചാനലുകൾ ഇങ്ങനെ ഒരു മെൻറ്റർഷിപ്പ് പോലെ കുട്ടികൾക്ക് കൃത്യമായിട്ട് ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട്. പക്ഷേ മലയാളത്തിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോസസ്സിലൂടെ പോകുന്ന ഒരാളായതുകൊണ്ട് ഇനി ഇതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ ഈ പ്രോസസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഒരു ഗൈഡൻസ് എന്ന രീതിയിലാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്തെങ്കിലും ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വല്ല പട്ടി കുറയ്ക്കുകയോ കാക്ക കാറുകയോ ഒക്കെ ചെയ്യുന്ന സൗണ്ടുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. അതൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് CSAT കുറിച്ച് ഉള്ള ഈ ഒരു വീഡിയോ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ പുറകെ ഇനി GS പേപ്പർ, ഹിസ്റ്ററി, പോളിറ്റി, എക്കോണമി, ജോഗ്രഫി അങ്ങനെ എല്ലാ വിഷയത്തിനെക്കുറിച്ചും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ അഡീഷണലായിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഡയലോഗ് അടി കുറച്ച് നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മളിന്ന് തുടങ്ങുന്നത് CSAT പേപ്പറിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ തരാനായിട്ടാണ്. അപ്പോൾ CSAT എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിംസ് എക്സാമിൻ്റെ 2 പേപ്പറുകളിൽ, അതായത് GS1 GS2ൽ GS2 ആണ് CSAT, അതായത് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ പ്രിലിംസിൻ്റെ 2 പേപ്പറുകളാണ് നമുക്കുള്ളത്. ഫസ്റ്റ് പേപ്പർ GS1, സെക്കൻഡ് പേപ്പർ GS2 അഥവാ CSAT. 2 പേപ്പറും 200 മാർക്കിനാണ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ GS1 ആണ് നമ്മൾ ഓരോ വർഷവും ഓരോ കട്ട് ഓഫ് വരുന്നത്. GS2 ഫിക്സഡ് കട്ട് ഓഫ് ആണ്, അതായത് 33.33% ആണ് CSAT കട്ട് ഓഫ്. അതായത് അപ്രോക്സിമേറ്റ്ലി 67 മാർക്ക് വേണം CSAT ക്ലിയർ ചെയ്യണമെങ്കിൽ. പിന്നെ വരുന്നത് GS1 എന്ന് പറയുന്നത് 100 ചോദ്യങ്ങളാണ്, 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ഈച്ച് ക്വസ്റ്റ്യൻസിന് 2 മാർക്ക്, അതായത് ടോട്ടൽ 200 മാർക്ക്. CSAT വരുമ്പോഴത്തേക്കും 80 ചോദ്യങ്ങളാണുള്ളത്, 80 ക്വസ്റ്റ്യൻസും 2.5 മാർക്കും, അങ്ങനെ അതും 200 മാർക്കിൽ. ഈ 80 ചോദ്യത്തിൽ ഒരു 27 ചോദ്യം നമ്മൾ നെഗറ്റീവ് ഒന്നും അടിക്കാതെ കറക്റ്റായിട്ട് പോസിറ്റീവ് മാർക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ 67 മാർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും, ഇപ്പോൾ GSന് 200ൽ 150 മേടിച്ച ആൾക്കാർ വരെ CSAT ഫെയിലായി പോകുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ കേട്ട് കാണും. ഒന്നെങ്കിൽ നിങ്ങളുടെ ബാച്ച്മേറ്റ്സിൻ്റെ അടുത്തുനിന്ന് കേട്ട് കാണും, അല്ലെങ്കിൽ ഇതിനു മുമ്പ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരുടെ അടുത്തുനിന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ട്. കാര്യം ഈ 67 മാർക്ക് നമ്മൾ CSATൽ ക്രോസ് ചെയ്താൽ മാത്രമേ നമ്മൾ പ്രിലിംസിന് പാസ്സായി മെയിൻസിന് എഴുതാൻ പറ്റുള്ളൂ. ഈ 67 എന്നുള്ളത് മാൻഡേറ്ററി ആണ്. CSAT ജനറൽ പേപ്പറിന് GS1ന് 200ൽ 200 മേടിച്ചിട്ടും CSAT 67 ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അതുതന്നെയാണ് CSAT പേപ്പറിൻ്റെ പ്രാധാന്യം. കാര്യം CSAT ക്ലിയർ ചെയ്യാതെ പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്നുള്ള കാര്യം ഒരിക്കലും നടക്കാത്തതാണ്. അപ്പോൾ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം CSAT പഠിക്കാൻ. പണ്ടൊക്കെ പലരും നോർമലായിട്ടുള്ള കണക്കും പിന്നെ റീസണിങ്ങും പിന്നെ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് പോയി CSAT ക്ലിയർ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഒരു 2023 കഴിഞ്ഞതോടുകൂടി CSAT കുറച്ച് ടഫായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ CSAT പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് PYQ എല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടത്, ഏത് ടോപ്പിക്കാണ് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതെന്നൊക്കെ നോക്കി കൃത്യമായി പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മൾ പോയി എക്സാം എഴുതാൻ.
അപ്പോൾ CSAT ഒരു സ്കെയറി പേപ്പർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയാലിറ്റി അതേ എന്നുള്ളതാണ് ഉത്തരം. കാര്യം സംഭവം നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ CSAT എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ അത് എങ്ങനെ പഠിക്കണമെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയില്ല, അതാണൊരു വിഷയം. അപ്പോൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2023 CSAT പേപ്പർ ആ ഒരു CSATൻ്റെ ആ ഒരു സീരീസിൽ ഏറ്റവും ടഫായിട്ടുള്ളൊരു പേപ്പറായിരുന്നു. കാര്യം അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ വെച്ചിട്ട് ക്യാറ്റും ഗേറ്റും ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ആൾക്കാർ കുറച്ച് കഷ്ടപ്പെട്ടും തട്ടിയും മുട്ടിയൊക്കെ ജയിച്ച്, ചിലർ ജയിക്കാതെയും ഉണ്ട്. ഇതിനു മുമ്പ് ലിസ്റ്റിലുള്ളവർ അത്തവണ പ്രിലിംസ് ക്ലിയർ ചെയ്യാതെ വരികയും GS 1 കട്ട് ഓഫിന് എബവ് മാർക്കുണ്ടായിട്ടും CSAT ക്ലിയർ ചെയ്യാതെ പോയ ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള പ്രിലിംസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൃത്യമായി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു പേപ്പർ തന്നെയാണ് CSAT. ജസ്റ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നും കുറച്ച് കണക്ക് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് ചെയ്ത് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. ഏത് പോർഷനാണ് ടഫായി വരുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കാര്യം 2023 മാത്സും റീസണിങ്ങും ടഫായി വന്നു, ഇംഗ്ലീഷ് കുറച്ച് ഈസി ആയിരുന്നു. എന്നിട്ടും ഈ ഒരു ടഫ്നെസ് കാരണം, ഈ മാത്സും റീസണിങ്ങും ടഫായതുകൊണ്ട് ക്ലിയർ ചെയ്യാൻ അതിൽ ഫോക്കസ് ചെയ്തിരുന്ന ആൾക്കാർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാം, അല്ലെങ്കിൽ റീസണിങ് മാത്രം പഠിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രം പഠിച്ചിട്ട് പോകാം എന്നുള്ള രീതിയിൽ നമുക്ക് റിലേ ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത് വരുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് ഇതിനൊരു ഡയറക്റ്റ് സോഴ്സ് എന്ന് പറയാനൊരു ബുക്കില്ല. കാര്യം പോളിറ്റിക്കാണെങ്കിൽ ലക്ഷ്മികാന്ത് ഉണ്ട്, ഇനി ഹിസ്റ്ററിക്കാണെങ്കിൽ NCERT ഉണ്ട്, സ്പെക്ട്രം ഉണ്ടെന്നൊക്കെ പറയാം. അതുപോലെ CSATന് നമുക്കൊരു ഡെഫിനിറ്റ് സോഴ്സ് പറയാനൊന്നുമില്ല. നമ്മൾ അതിൻ്റെ PYQ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൃത്യമായി ചോദ്യം വരുന്നതെന്ന് നോക്കുക, അതിനെ കൃത്യമായി അപ്രോച്ച് ചെയ്ത് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് പോകുക എന്നുള്ള രീതിയാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി CSAT ഒരു ബാലികേറാമലയാണോ എന്ന് ചോദിക്കുന്നവരോട് അത് അത്രയ്ക്ക് വലിയ ബാലികേറാമലയൊന്നും അല്ല. കാര്യം എൻ്റെ മാർക്ക് തന്നെ നിങ്ങൾ സ്കോർ കാർഡ് തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാകും. ഒരു 47 മാർക്ക് 48 മാർക്കിൻ്റെ ഒരു ഇൻക്രിമെൻറ്റ് എനിക്ക് വരുത്താൻ പറ്റി എൻ്റെ 23 മാർക്കിൽ നിന്നും 24 മാർക്കിലേക്ക് വന്നപ്പോൾ. അപ്പോൾ അത് കൃത്യമായി അതിൻ്റെ PYQ അനലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോയിട്ടാണ് അങ്ങനെ എനിക്ക് അത്രയും ചെറിയൊരു ടൈമിൽ CSAT ക്ലിയർ ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, CSAT നോക്കി കൃത്യമായി പഠിക്കുന്നവർക്ക് അത് ഒരു ടഫുള്ള കാര്യമല്ല. പക്ഷേ അവിടെ ചെന്നിട്ട് നമ്മൾ പുതിയ അടവെടുക്കാമെന്നും പറഞ്ഞ് പോകുന്നവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ട് വരുത്താൻ സാധ്യതയുണ്ട്. പോരാത്തതിന് ഇപ്പോഴത്തെ മാറി വരുന്ന ആ ഒരു പാറ്റേൺ അനുസരിച്ച് നോക്കുവാണെങ്കിൽ മാത്സിലൊക്കെ ഒരുപാട് ടൈം എടുക്കുന്ന നമ്പർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുള്ള ഏരിയയോട് കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ 1-2 മാർക്കിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവസാനം മറ്റേ പ്രിലിംസിൻ്റെ ക്വാളിഫൈഡ് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ പേര് അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കാതെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകുക എന്നുള്ള ഒരു കാര്യമാണ് CSATൽ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ട്രെൻഡാണ് ആദ്യം അനലൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ 3 പോർഷനിൽ നിന്നാണ് CSATന് ചോദ്യം വരുന്നത്. 1 ഇംഗ്ലീഷിൻ്റെ റീഡിങ് കോംപ്രിഹെൻഷൻ, 2 റീസണിങ്, 3ാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ മാത്സ് ആണ്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇതിൽ ചിലർക്ക് റീസണിങ് എളുപ്പമായിരിക്കും, ചിലർക്ക് മാത്സ് ആയിരിക്കും എളുപ്പം, ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും എളുപ്പം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷും മാത്സും എളുപ്പമുള്ളവരുണ്ടായിരിക്കും, ചിലപ്പോൾ 3ഉം കുറച്ചായിട്ട് അറിയുന്നവരുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ്. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ മാസ്റ്റർ ചെയ്തെടുക്കണം. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ മാത്സ്, റീസണിങ് ആണെങ്കിൽ റീസണിങ്, കോംപ്രിഹെൻഷൻ ആണെങ്കിൽ കോംപ്രിഹെൻഷൻ. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പുലിയായിരിക്കണം. ബാക്കി രണ്ടെണ്ണത്തിൽ നമ്മൾ ഒരു നോർമൽ രീതിയിൽ ചെയ്താൽ മതി. അതായത് ഈ 3 നമ്മൾ ജാക്ക് ചെയ്യണം, ഒരെണ്ണത്തിൽ നമ്മൾ മാസ്റ്റർ ആയിരിക്കണം.
അതാണ് ഇവിടെ ജാക്ക് ഓഫ് ഓൾ 3 ആൻഡ് മാസ്റ്റർ ഓഫ് 1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഇതിലാണെങ്കിൽ ഇംഗ്ലീഷും റീസണിങ്ങും എനിക്ക് ഓക്കെയാണ്. മാത്സും നോർമലായിട്ടുള്ള ചോദ്യം എല്ലാം ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഏരിയ ഏതാണോ അതിൽ നമ്മൾ മാസ്റ്റർ ചെയ്ത് വയ്ക്കുക. ബാക്കിയൊക്കെ നോർമൽ PYQ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. ഇപ്പോൾ 2022 ഇംഗ്ലീഷ് ടഫും ബാക്കി രണ്ടും മോഡറേറ്റും അതിൻ്റെ താഴെയുള്ള ലെവലിലുമായിരുന്നു. 2023 വന്നപ്പോൾ ഇംഗ്ലീഷ് ഈസിയായി, ബാക്കി രണ്ടെണ്ണം ടഫുമായി. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത് എത്തിപ്പിടിക്കാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഈ എല്ലാ ടോപ്പിക്കിനും നമുക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കണം. ഇതിൽ ഏത് സെക്ഷൻ ഈസിയാവും ഏത് സെക്ഷൻ ടഫായിട്ടുള്ള ചോദ്യം വരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പോൾ 2022 ഇംഗ്ലീഷ് പാടായി, 2023 എളുപ്പമായി, ഇനി അതിൻ്റെ അടുത്ത വർഷം ഇംഗ്ലീഷ് പാടാവും എന്നുള്ള ഒരു പ്രവചനം വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ലോജിക്കലായിട്ട് 3 ഏരിയയും ബാലൻസ് ചെയ്തിട്ട് വേണം പോകാൻ. മനസ്സിലായി? ജാക്ക് ഓഫ് ഓൾ 3, മാസ്റ്റർ ഓഫ് 1. പിന്നെ നമുക്ക് ഈ 3 സെക്ഷനും സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്യണം. അതിൻ്റെ ഏതൊക്കെ സബ് ടോപ്പിക്കാണ്, അതിൻ്റെ PYQ എന്താണ്, പിന്നെ അതിൻ്റെ ക്ലാസ് എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓരോ ടോപ്പിക്കിനും സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ഇടാം. അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരിക്കും. ഷോർട്ട് വീഡിയോ ആകുമ്പോൾ കാണാൻ എളുപ്പമുണ്ട്. ലെങ്ത്ത് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മടി പിടിച്ചിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാം പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ.